കളർ എങ്ങനെ കിട്ടി നിങ്ങൾ ആലോചിച്ചോ? അത് കണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പാർട്ട് 1 കണ്ടിട്ട് ഇത് പാർട്ട് 2 ആണേ. പാർട്ട് 1 ഈ കളർ എങ്ങനെ കിട്ടിയെന്നൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ വരച്ചെടുക്കാൻ അതിൽ വെള്ളമൊന്നും കൂട്ടി ഡയലൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയിലാണ് കിട്ടുന്നത്. അത്രയും സൂക്ഷിച്ച് ചെയ്തിട്ട് എന്താ ഉണ്ടായേ, ആകെ കണ്ട് കൊളായി. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് എന്തെങ്കിലും കണ്ട് കാട്ടാം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, എല്ലാം തികയായിട്ട് കുപ്പി വടിച്ചെടുത്തക്കല്ലേ, അതുകൊണ്ട് തന്നെ നല്ല പണിയും കിട്ടി. അതിൽ കട്ട പിടിച്ച പെയിൻ്റാണ് ഇമ്മാരി പണി തന്നെ. അല്ല അതൊക്കെ അവിടെ കട്ടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പെയിൻറ്റ് കംപ്ലീറ്റ് ചെയ്തെടുക്കട്ടോ. പെയിൻറ്റ് ഡൈല്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വരച്ച മീശ ഒന്നും അങ്ങോട്ട് വിസിബിൾ ആവില്ല കേട്ടോ. ഇനിയിപ്പോൾ അളവ് കൃത്യമായി അറിഞ്ഞിട്ടാണോ എന്താ അറിയില്ല, ഒരുപാട് പെയിൻ്റ് ഉണ്ട് ബാക്കിയുണ്ടേ. പക്ഷെ അതങ്ങനെ കളയാനും പറ്റില്ലല്ലോ. ഫിനിഷ് ആയ യെല്ലോൻ്റെ ബോട്ടിൽ അതാണ്ട് നിറച്ച് വെച്ചിട്ടോ. ആദ്യത്തെ കളറിൽ ലേശം വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഷെയ്ഡ് കിട്ടിയേ. ചെറിയുടെ സെൻറ്ററിലും അതുപോലെ തന്നെ വായൻ്റെ ആ പോർഷനിലും കേട്ടോ ഈ കളർ ചെയ്തെടുത്തിട്ട്. 1 മിനിറ്റ് കൊണ്ട് ഒരു ഷോർട്സ് എടുക്കാനുള്ള വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. ഇതുണ്ട് ഫൈനലി ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റെങ്കിലും ഉണ്ടായിരുന്നു. അതാണ് ഞാൻ 1 മിനിറ്റ് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു 1 മിനിറ്റിൽ ഇത് കംപ്ലീറ്റ് ആവാൻ തോന്നുന്നില്ല. അപ്പോൾ അടുത്തത് നിങ്ങൾ അടുത്ത പാർട്ടിൽ കണ്ടോളി.